ഹല്ലേലൂയ. നമ്മുടെ വേദന, നമ്മുടെ പ്രയാസ ഘട്ടത്തിൽ പോലും ദൈവത്തിന്റെ വ്യവസ്ഥയും അല്ലാത്ത ഒരു നമുക്ക് വരാൻ പാടില്ല. ഹല്ലേലൂയ. അതിനെ നാം നിഷേധിക്കുന്നവരായിരിക്കും. ഒരു വിശ്വാസി കഴിയണം. ഹല്ലേലൂയ. ചിലപ്പോൾ സന്തോഷത്തിനും തൃപ്തിക്കും സമാധാനത്തിനും ആവശ്യമുള്ള കാര്യങ്ങൾ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാം. അത് ദൈവഹിതമാണെന്ന് തോന്നുന്നത്. ഹല്ലേലൂയ. യേശു വിചാരിച്ചില്ല ദൈവഹിത പ്രകാരമുള്ള വീഞ്ഞാണിത്, കാരണം എന്റെ വേദന സംഹരിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവഹിതമില്ലാത്ത ഒന്നും നാം വേണ്ട എന്ന് തന്നെ വെക്കും. അത് നല്ലൊരു ഉദാഹരണമാണ് ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നത്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 3 വാക്യം. അനന്തരം രാജാവിന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയ അബ്ഷനോസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും രാജസന്തതിയിലുള്ളവർ പിന്നെ എങ്ങനെ കുലീനന്മാര് അംഗഭംഗമില്ലാത്തവര് സുന്ദരന്മാർ സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരുമായ പരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കാൻ യോഗ്യന്മാരുമായ ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. രാജാവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. രാജാവ് രാജഭോജനത്തിൽ നിന്നും രാജാവ് കുടിക്കുന്ന വീഞ്ഞ് രാജാവിന്റെ നിത്യഭക്ഷണത്തിൽ നിന്നും ഇവർക്ക് ഓഹരി കൊടുക്കാൻ പറയുന്നു, ഇവർക്ക് കൊടുക്കാൻ പറയുന്നു. ഹല്ലേലൂയ. പക്ഷെ ഈ ബാലന്മാർ എന്ത് പറയുന്നു അതിനെ കുറിച്ച്? ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസനിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽഷസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചിരുന്നു. രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവിന്റെ ഭക്ഷണവും കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ആര് തീരുമാനിച്ചു? ഹല്ലേലൂയ. അപ്പോ സ്വന്തം നാട്ടിൽ നിന്നും, യെരൂശലേമിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും ബാബിലോണിലേക്ക് കൽദയരുടെ ഒരു രാജ്യത്തിൽ വന്നിട്ട് കൊട്ടാരത്തിലെ ഭക്ഷണം ലഭിക്കുമ്പോൾ വേണ്ട എന്ന് പറയുവാൻ ധൈര്യം. ആ ഒരു തീരുമാനം വിശ്വാസികളായ നമുക്ക് ചിലപ്പോ നാം വരുന്ന സ്ഥലം, നാം ജനിച്ച വീട്, നാം ആയിരുന്ന സാഹചര്യങ്ങൾ വളരെ സ്ഥാനാവസ്ഥയായിരിക്കാം. എന്നാൽ ദൈവം നിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ട് പലതും കാണിക്കുമ്പോൾ, പലതും തരുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണ് എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ഹല്ലേലൂയ. അതിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവത്തോട് ചോദിച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം മാറ്റി ഈ ദാനിയേലിനെ പോലെ തീരുമാനം എടുക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ദാനിയേലും കൂട്ടരും 3 ബാലന്മാർ, 3 യൗവനക്കാർ കൂടെ ഈ ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരും ചേർന്ന് പറയുകയാണ് ഈ ഭക്ഷണം ഞങ്ങൾക്ക് എന്ത് പറയുന്നു? ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരോടുള്ളവനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധി എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ഇവിടെ ഇവരുടെ ആ ഭക്ഷണ കാര്യം നോക്കുന്ന വ്യക്തിക്ക് ഇവിടെ പറയുന്നു, ദൈവം ആ വ്യക്തിയുടെ മനസ്സിലൊരു സ്നേഹം, ഒരു ദൈവയുടെ മനോഭാവം ഉണ്ടാക്കുകയാണ്. ആരുണ്ടാക്കുന്നു? ദൈവം ഉണ്ടാക്കും. നിന്റെ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നാൽ നിനക്കെതിരെ വരുന്ന ഏത് വിഷയത്തെയും
ദൈവം മാറ്റുവാൻ ആ കൊണ്ടുവരുന്ന വ്യക്തികളുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് ഒരു വ്യക്തി നിൽക്കുവാനുണ്ടോ എന്ന് ആണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിന് വേണ്ടി ഒരു വ്യക്തി നിൽക്കുന്നുണ്ടോ? എന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിൽക്കുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് മറുഭാഗത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും പലരും ദൈവത്തിൽ വന്നിട്ട് എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ നാട്ടുകാർ, എന്റെ വീട്ടുകാർ പലരും എനിക്ക് പ്രതികൂലമാണ്, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ മുമ്പോട്ട് നീങ്ങുവാൻ സാധ്യമല്ല എന്ന് പലരും എക്സ്ക്യൂസ് അല്ലെങ്കിൽ ചില ഒഴിവൊഴിവുകൾ പറഞ്ഞ് മാറുമ്പോൾ ദൈവം പറഞ്ഞത് നീ ധൈര്യമായിട്ട് നിന്നാൽ ബാക്കിയുള്ള ശരിയാക്കുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നാം മറ്റുള്ളവരുടെ മേൽ പഴിചാരിയിട്ട് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വ്യവസ്ഥയും അനുസരിക്കുവാൻ തയ്യാറാകാതിരുന്നാൽ ഹല്ലേലൂയ ദൈവം നിസ്സഹായനാണ്, ദൈവം മാറി നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് ചിലത് ചെയ്യുവാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യണമെങ്കിൽ നീ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവനാമത്തിൽ നിൽക്കണം, ദൈവത്തിന്റെ വചനം നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് കിട്ടിയ വെളിച്ചം, നിനക്ക് കിട്ടിയ വചനം മറ്റൊരു വ്യക്തിക്ക് കിട്ടിയാൽ അവൻ നിൽക്കും. പക്ഷെ നീ നിൽക്കാതിരുന്നാൽ അത് ദൈവത്തിന് ഉത്തരവാദി, ദൈവം ഉത്തരവാദിയല്ല, നീയാണ് ഉത്തരവാദി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ നടത്തിയ അത്ഭുതങ്ങളെ ഞാൻ ഡോറിലും സീതോനിലും നടത്തിയിരുന്നെങ്കിൽ അവർ എത്ര എളുപ്പത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവർ ഈ നല്ലൊരു നിലയിലായ അത്ഭുതങ്ങൾ അടയാളം എന്നെ പോലെ ഒരു ചെയ്തേൻ. ദൈവം കാണിക്കുന്ന, ദൈവം പറയുന്ന വചനത്തെയും വഴികളെയും നാം പലതിനെയും കണ്ടിട്ട് പലതിനെയും മനസ്സിലാക്കിയിട്ട് നാം മാറിക്കളഞ്ഞാൽ അവൻ ദൈവോത്തരവാദി. നാം എപ്പോഴും ദൈവവചനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? വചന വ്യവസ്ഥ കിട്ടിയിട്ടുണ്ടോ? അതിനു വേണ്ടി ജീവൻ പോകേണ്ടി വന്നാലും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുപോലെ നാം ജീവിതത്തിൽ അങ്ങനെയുള്ള മരണത്തിന്റെ അനുഭവങ്ങൾ പോലും വന്നാലും കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട്, ദൈവത്തിന് ബലമുണ്ട്, ബലം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തെ, രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുവാൻ, എവിടെയും തിരിച്ചുവിടുവാൻ, സ്നേഹമുണ്ടാക്കുവാനും കോപമുണ്ടാക്കുവാനും ഏത് നിലയിലും ആക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. പക്ഷേ നാം ക്രൂരനായ ഭർത്താവിനെ നോക്കിയിട്ട് ദൈവത്തിന്റെ വചനത്തെ മാറ്റി വയ്ക്കരുത്. ഹല്ലേലൂയ. നാളുകളിൽ ദൈവവചനത്തിന് വേണ്ടി നീ ഉറച്ചു നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി കരുണ കാണിക്കും. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ ഷണ്ഡാധിപനോട് ദൈവത്തിന്റെ ആ ശക്തി ഇറങ്ങിയിട്ട് അവനൊരു സ്നേഹം അവരോട് തോന്നി. അവർ ആഗ്രഹിച്ചതുപോലെ എന്ത് അവർക്ക് കൊടുക്കുന്നു? ശാഖപദാർത്ഥം, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കും വെജിറ്റബിൾ, സസ്യ ഭക്ഷണങ്ങൾ കൊടുത്തു. രാജാവിന്റെ ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ എത്ര ദിവസം പരീക്ഷിച്ചു? 10 ദിവസം പരീക്ഷിച്ചു. പരീക്ഷിച്ചപ്പോൾ ഈ ബാലന്മാർ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നവരെ അവരുടെ മുഖം മറ്റുള്ളവരെക്കാളും എത്ര ഇരട്ടി? അത് വായിക്കാം. 21-ാമത്തെ വാക്യം. 1-ന്റെ 20-21 വായിക്കാം. അവരെ തന്റെ രാജ്യത്ത് എല്ലായിടമുള്ള സകല മന്ത്രവാദികളും ആശ്ചര്യന്മാരിലും 10 ഇരട്ടി വിശിഷ്ടതയുള്ളവരെന്ന് കണ്ടു. 10 ദിവസം പരീക്ഷിച്ചു, 10 ദിവസം അവൻ കഷ്ടം സഹിച്ചു, 10 ദിവസം രാജാവിന്റെ ഭക്ഷണത്തെ മാറ്റിവെച്ചിട്ട് വെജിറ്റബിൾസ് ആയിട്ടുള്ള ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ അവർ കഴിക്കുമ്പോൾ അവർ 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഒരുപാട് പുസ്തകത്തിൽ 10 ദിവസം നിങ്ങൾ പരീക്ഷയെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകൾ ദൈവം ചില കാലഘട്ടത്തെ, ചില പ്രത്യേക പീരീഡുകളെ നമ്മുടെ ജീവിതത്തിൽ വച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്കായിട്ട്, ടെസ്റ്റിങ്ങിനായിട്ട്. അതുവരെ നാം പിടിച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതിനു മുമ്പേ സമയമായി എന്ന് നാം എടുത്തു കാണരുത്. നമ്മുടെ ഇഷ്ടത്തിന് ചില വഴികൾ തിരഞ്ഞെടുക്കരുത്. ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കാത്തുകാത്തിരുന്നു. ഒരിക്കൽ പറഞ്ഞോളൂ, ഞാൻ കാത്തിരുന്നു.
കാത്തിരുന്നു വെച്ചാൽ ദൈവത്തിന്റെ സമയം വരെ എന്റെ ഒരു കാത്തിരിപ്പുണ്ട്, അത് കാത്തിരുന്നു പറയാം. എനിക്കൊരു സമയമുണ്ട്, അത് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ സമയത്തിന് കാത്തിരുന്നു, ദൈവത്തിന്റെ സമയം വരെ ഞാൻ കാത്തിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഓരോ വിശ്വാസികളുടെയും ജീവിതം ഉണ്ടായിരിക്കും. ലോകത്തിലെ മനുഷ്യർ കാത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ വേറൊന്ന്, അതല്ലെങ്കിൽ മറ്റൊന്ന്. ഇങ്ങനെ പോകുമ്പോൾ നാം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ കർത്താവ് അവൻ താൻ ഇറങ്ങി വരും. സ്വർഗ്ഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വരും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരും. നീ എവിടെ കിടന്നാൽ, നീ കൊട്ടാരത്തിലും ഉയർന്ന സ്ഥലം മലയിൽ ഇരുന്നാലും, നീ കുഴഞ്ഞ ചേറ്റിൽ അങ്ങ് താണ് കിടന്നാലും, നിന്റെ ഇരിപ്പിടം, നിന്റെ അവസ്ഥ ഏതെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നീ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. നിന്റെ പ്രശ്നം എത്ര കഠിനമെന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം, നീ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി നീ കാത്തിരുന്നാൽ ദൈവം ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ആ അടിത്തട്ടിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിന്നെ ഉയർന്ന ഉന്നതങ്ങളിൽ പാറയുടെ പുറത്ത് ഇരുത്തി, ഹല്ലേലൂയ, അവിടെ നിർത്തി നിന്റെ വായിൽ പാട്ട് തരും. ഹല്ലേലൂയ. ഇത്രയും നാൾ ഞാൻ നിലവിളിക്കുകയായിരുന്നു, ഇത്രയും നാൾ നിലവിളിച്ച് നിലവിളി മാത്രം ജീവിതത്തിൽ, കരച്ചിൽ മാത്രം ജീവിതത്തിൽ എന്ന് നീ പറഞ്ഞ അവസ്ഥയിൽ നിന്നും കർത്താവ് നിന്റെ വായിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നാവിൽ പാട്ട് തരണമെങ്കിൽ അവന് വേണ്ടി നാം കാത്തിരിക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അല്ലെങ്കിൽ ലോകത്തിന്റെ പാട്ട് ചിലപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ പല വിധത്തിലുള്ള പാട്ടുകൾ നമ്മെക്കുറിച്ച് പാടേണ്ടി വരും. ഹല്ലേലൂയ. അവളിങ്ങനെ പോയില്ലേ, അവനിങ്ങനെ പോയില്ലേ എന്ന് നമ്മെക്കുറിച്ച് ലോകം പാടുവാൻ നാം ഇടയുണ്ടാക്കരുത്. ദൈവം നമുക്ക് പാട്ട് തരുമ്പോൾ നമ്മൾ പാടുവാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ നമുക്ക് പാടാം. ഹല്ലേലൂയ. നാം നമ്മുടെ ഇഷ്ടത്തിന് കാത്തിരിക്കാതെ നാം എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്താൽ, ഏതെങ്കിലും നിലയിൽ ആയിപ്പോയാൽ ലോകം നമ്മെ കുറിച്ച് പാട്ടുക. ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസം പാർക്കുണ്ടാകാൻ പാടില്ല. കർത്താവിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് 10 ദിവസം അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിച്ച ആ ദിവസം പരീക്ഷിക്കുവാനും അത് അവരെ പരീക്ഷിച്ചു നോക്കി അവരത് വിജയിച്ചു. തുടർന്ന് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എത്ര ദിവസമായിരുന്നാലും, എത്ര സമയമായിരുന്നാലും, എത്ര കാലമായിരുന്നാലും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം ഇരുന്നാൽ ദൈവം തുടർന്ന് നമ്മുടെ വഴി സ്ഥിരമാക്കും. ഹല്ലേലൂയ. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, ഒരുവന്റെ ഭക്ഷണത്തിൽ ദൈവത്തിന് പ്രസാദം, ഒരുവന്റെ ജോലിയിൽ ദൈവത്തിന് പ്രസാദം, ഒരുവന്റെ ജോലിയിൽ ദൈവത്തിന് പ്രസാദം, ഏത് വിഷയത്തിലും ദൈവത്തിന് പ്രസാദകരമായുള്ള വഴിയായിരുന്നാൽ ആ വഴി